വടക്കത്തി ഭഗവതി അർദ്ധപുരുഷ സങ്കല്പത്തിലുള്ള ശിവപുത്രിയായ ഈ ദേവി മരക്കല ദേവതയാണ്. ദുഷ്പ്രഭുക്കളായ അസുരന്മാരെ കൊന്നൊടുക്കാൻ പുറപ്പെട്ട തൻ്റെ ശിഷ്യൻ കൂടിയായ പരശുരാമനെ സഹായിക്കാൻ വേണ്ടി പരമേശ്വരൻ സൃഷ്ടിച്ചതാണ് ഈ ദേവതയെ എന്നാണ് ഐതിഹ്യം. അസുരനെ വധിക്കാനായി പരശുരാമനോടൊപ്പം പടക്കെത്തിയ ഭഗവതിയായതുകൊണ്ടാണ് പടക്കത്തി ഭഗവതി എന്ന പേര് വന്നത്. എന്നാൽ ദേവിയുടെ ശരിയായ നാമധേയം വടക്കത്തി ഭഗവതിയാണെന്നും ഭൂമിയിലെത്തിയ ദേവി എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിച്ചു എന്നും അവസാനം വടക്ക് ഭാഗത്തേക്ക് പോകാൻ തീരുമാനിച്ചു എന്നും അങ്ങനെയാണ് ഈ പേര് വന്നതെന്നും പറയപ്പെടുന്നു. ശിവപുത്രി എന്നറിയപ്പെടുന്ന ദേവിയുടെ സൃഷ്ടിയെക്കുറിച്ച് മറ്റൊരു കഥ കൂടിയുണ്ട്. പാൽക്കടലിൽ വെള്ളിമാൻകല്ലിനരികത്ത് 7 മടലുകളും 8 തിരുളുകളുമായ ഒരു കരിമ്പന ഉണ്ടെന്നും അതിൻ്റെ 8ാം തിരുളിൻ്റെ മുകളിൽ 7 പൊന്മുട്ടകൾ ഉണ്ടെന്നും അതിൽ 6 മുട്ടയുടഞ്ഞു 6 മലകളായി പോയി ചെന്നു വീണു എന്നും അതിൽ നിന്ന് 6 പേർ ഉണ്ടാകുകയും 7ാം മുട്ടയുടഞ്ഞ് ഒരു ദേവകന്യക ഉണ്ടായി എന്നും പറയപ്പെടുന്നു. 12ാം വയസ്സിൽ കന്യക ഋതുമതിയായപ്പോൾ തിരണ്ട് കല്യാണം ആഘോഷമാക്കാൻ 6 ആങ്ങളമാരും വന്നു ചേർന്നു. തിരണ്ട് കല്യാണത്തിന് വേണ്ട ഇറച്ചിക്ക് വേണ്ടി 6 പേരും നായാട്ടിന് കരിയൂർ കൽവളവിൽ മാനെയ്യാൻ പോയി. എന്നാൽ നായാട്ട് കഴിഞ്ഞ് മടങ്ങി വരുന്ന അവരെ മച്ചിനിയന്മാർ മലയവകാശം പറഞ്ഞു വഴി തടയുകയും മാൻ തലയും കാലും തങ്ങൾക്ക് വേണമെന്ന് ശഠിക്കുകയും ആ വാക്കേറ്റം യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മച്ചിനിയന്മാർ അവരെ 6 പേരെയും യമപുരിക്കയക്കുകയും ചെയ്തു. ഇതറിഞ്ഞ ദേവി തപസ്സു ചെയ്ത് ശക്തി നേടി മച്ചിനിയന്മാരെ വധിച്ചു. പിന്നീട് പല നാടുകളിൽ പോയി പലരോടും യുദ്ധം ചെയ്തു 18 ആയുധങ്ങൾ സമ്പാദിച്ചു. ദേവേന്ദ്രൻ്റെ ആനയായ ഐരാവതത്തെ തോൽപ്പിച്ച് തുമ്പിക്കൈ കൊണ്ട് തുളുനാട്ടിൽ ചെന്ന് ചേകവരെ തോൽപ്പിച്ച് തുളുതാടിയും മീശയും കൈക്കൊണ്ട് നെല്ല് കുത്തുന്ന പങ്ങാട്ടിയോട് പൊരുതി ഉലക്കയും മുറവും കൈക്കൊണ്ടു. ദേവേന്ദ്ര തണ്ടാത്തിയുടെ ചാണകലവും മാച്ചിലും പിടിച്ചു വാങ്ങി തീയനെ തോൽപ്പിച്ച് തളപ്പും ഏറ്റുകത്തിയും കൈകൊണ്ട് എല്ലാ നാടുകളും ചുറ്റിക്കണ്ട ദേവി അവസാനം കോലത്ത് നാട് കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും വിശ്വകർമാവിനെ വരുത്തി മരക്കലമ്പണിത് അതിലേറി കോലത്ത് നാട് മുഴുവൻ കണ്ട ശേഷം ഇടത്തൂറെത്തിയപ്പോൾ വിശ്വകർമാവിൻ്റെ അപേക്ഷ പ്രകാരം അവിടെ കുടിയിരുന്നു എന്നുമാണ് ഐതിഹ്യം.
வாழ்கண்டே அதிகட்டு வாழ்கண்டே அதிக வளத்தோடு கடல் கடலே മാസരത്തിൻ്റെ തോന്നുന്നല്ലോ അഴകിലോ